ഇന്ത്യൻ സൈന്യത്തിന്റെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് കേണൽ സോഫിയ ഖുറേഷി. 2016 എക്സസൈസ് ഫോഴ്സ് 18 എന്ന സൈനിക അഭ്യാസത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചതും സോഫിയ ഖുറേഷി ആയിരുന്നു. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനിക അഭ്യാസമായിരുന്നു ഇത്. പാകിസ്ഥാന്റെ നിലം പരിശോധിക്കാൻ ഇന്ത്യ നടത്തിയ കനത്ത തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭീകരവാദത്തിന്റെ നെറുകിലാണ് ഇന്ത്യ മിസൈൽ ഇട്ടത്. ഇതുപോലെ ഒറ്റ രാത്രി കൊണ്ട് തീർക്കാവുന്നതേയുള്ളൂ ഇന്ത്യക്ക് പാകിസ്ഥാൻ എന്ന് വ്യക്തമാക്കിയായിരുന്നു നിമിഷ നേരം കൊണ്ട് 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയത്. 2 വനിതാ ഓഫീസർമാരായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും നേതൃത്വം നൽകിയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദ വിവരങ്ങൾ രാജ്യവുമായി സൈന്യം പങ്കുവച്ചത്. ഇന്ത്യൻ സൈന്യത്തിന്റെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറാണ് കേണൽ സോഫിയ ഖുറേഷി. 2026 എക്സസൈസ് ഫോഴ്സ് 18 എന്ന സൈനിക അഭ്യാസത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചതും സോഫിയ ഖുറേഷി ആയിരുന്നു. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനിക അഭ്യാസമായിരുന്നു ഇത്. 2016 മാർച്ച് 2 മുതൽ മാർച്ച് 8 വരെ പൂനെയിൽ നടന്ന ഈ യുദ്ധകളത്തിൽ ആസിയാൻ അംഗരാജ്യങ്ങൾക്കും ജപ്പാൻ, ചൈന, റഷ്യ, അമേരിക്ക, ദക്ഷിണ കൊറിയ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ ആഗോള ശക്തികൾക്കും പങ്കാളിത്തമുണ്ടായിരുന്നു. എല്ലാ പ്രതിനിധികളും സംഘങ്ങളിലും ലഫ്റ്റനന്റ് കേണൽ ഖുറേഷി തന്റെ സംഘത്തെ നയിച്ച ഏക വനിതാ ഓഫീസർ ആയിരുന്നു എന്നതാണ് മറ്റൊരു അഭിമാനം. മാത്രമല്ല 40 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന്റെ കമാൻഡിംഗ് ഓഫീസർ എന്ന നിലയിൽ സമാധാന പരിപാലന പ്രവർത്തനങ്ങൾ, ഹ്യൂമാനിറ്റേറിയൻ മൈൻ ആക്ഷൻ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച നിർണായക പരിശീലന വിഭാഗത്തിൽ ഖുറേഷി തന്റെ ടീമിനെ നയിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള പരിചയസമ്പന്നരായ സമാധാന പരിപാലന പരിശീലകരുടെ ഒരു മത്സര പരീക്ഷയിലൂടെയാണ് അന്ന് ഖുറേഷിയെ തിരഞ്ഞെടുത്തിരുന്നത്. ഗുജറാത്ത് സ്വദേശിയായ കേണൽ ഖുറേഷി ബയോകെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ്. മുത്തച്ഛന്റെ പാത പിൻപറ്റിയാണ് സോഫിയ ഖുറേഷിയും സൈന്യത്തിലെത്തിയത്. സൈനിക ഓഫീസറെ തന്നെയാണ് വിവാഹം കഴിച്ചതും. 6 വർഷം UN പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്ത്രീ എന്നതിനേക്കാൾ കഴിവും പ്രാപ്തിയുമാണ് സോഫിയ ഖുറേഷിയെ സൈന്യത്തിലെത്തിച്ചതെന്ന് അന്നത്തെ മേധാവിയായ ജനറൽ ബിപിൻ റാവത്തും പറഞ്ഞിരുന്നു. കേണൽ സോഫിയ ഖുറേഷി മാത്രമല്ല, വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇന്ത്യൻ സേനയിലെ പെൺപുലിയാണ്. ആകാശത്തിന്റെ പുത്രി എന്നർത്ഥം വരുന്ന വ്യോമിക എന്ന തന്റെ പേരിനോട് നീതി പുലർത്തി ഇന്ത്യൻ വ്യോമസേനയിലെ മികച്ച ഹെലികോപ്റ്റർ പൈലറ്റായാണ് വ്യോമിക ഇന്ന് രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത്. നാഷണൽ കേഡറ്റ് കോർപ്സിൽ ചേർന്ന് എഞ്ചിനീയറിംഗ് പഠിച്ച വ്യോമിക 2019 ഡിസംബർ 18 IAFന്റെ ഫ്ലൈയിംഗ് ബ്രാഞ്ചിൽ ഹെലികോപ്റ്റർ പൈലറ്റായി ചേരുകയായിരുന്നു. 2500 മണിക്കൂറിലധികം പറന്ന് പരിചയമുള്ള വ്യോമിക ജമ്മു കാശ്മീരിലെ ഉയർന്ന പ്രദേശങ്ങൾ മുതൽ വടക്കുകിഴക്കൻ മേഖലയിലെ വിദൂര പ്രദേശങ്ങൾ വരെ ഇന്ത്യയിലെ ഏറ്റവും ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ ചേതക്, ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ പറത്തിയിട്ടുണ്ട്. 2020 അരുണാചൽ പ്രദേശിൽ നിർണായകമായ ഒരു രക്ഷാപ്രവർത്തനത്തിനും വ്യോമിക നേതൃത്വം നൽകിയിട്ടുണ്ട്. വെല്ലുവിളി നിറഞ്ഞ ഏതു സാഹചര്യത്തെയും ശാന്തമായി ധീരതയോടെ നേരിടുന്ന ഓഫീസർ എന്നാണ് വ്യോമിക അറിയപ്പെടുന്നത്. ബുധനാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ പാകിസ്ഥാന് നൽകുന്ന വ്യക്തമായ സന്ദേശം ലോകത്തോട് വിളിച്ചു പറഞ്ഞതും വ്യോമികയാണ്. പാകിസ്ഥാൻ എന്ത് അഹമ്മതി കാട്ടിയാലും അതിന് ചുട്ട മറുപടി നൽകാൻ ഇന്ത്യ പൂർണ്ണ സജ്ജമെന്ന സന്ദേശമാണത്. തീവ്രവാദ ശൃംഖലകളെ പോറ്റി വളർത്തുന്ന പാകിസ്ഥാന്റെ പങ്കെടുത്തു കാട്ടാനും ഇന്ത്യയുടെ പ്രിസിഷൻ ആക്രമണങ്ങളുടെ അന്തസത്ത തറപ്പിച്ചു പറയാനും വ്യോമികക്ക് കഴിഞ്ഞു. ഇന്ത്യ തകർത്ത പ്രധാന കേന്ദ്രങ്ങൾ ഒന്നുകൂടെ നോക്കാം. പാകിസ്ഥാനിലെ 4 ഇടങ്ങളും പാക് നിയന്ത്രിത കാശ്മീരിലെ 5 ഇടങ്ങളും ഉൾപ്പെടെ 9 ഭീകര കേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യ ലക്ഷ്യമിട്ടത്. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ഒഴിവാക്കി നിരോധിത ഭീകര സംഘടനകളുടെ പ്രവർത്തന കേന്ദ്രങ്ങളായി സ്ഥിരീകരിക്കപ്പെട്ട സ്ഥലങ്ങൾ മാത്രമാണ് ആക്രമിച്ചതെന്ന് ഇന്ത്യൻ പ്രതിരോധ സേന വ്യക്തമാക്കിയിരുന്നു. ജെയ്ഷെ ഇ മുഹമ്മദിന്റെ പ്രത്യശാസ്ത്രപരവും പ്രവർത്തനപരവുമായ ആസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന സ്ഥലമാണ് ബഹവൽപൂർ. വലിയ രീതിയിലുള്ള ഭീകര പരിശീലനങ്ങൾ നടക്കുന്ന സ്ഥലമാണിത്. 200 ഏക്കർ വിസ്തൃതിയുള്ള ഒരു കോമ്പൗണ്ടാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിൽ തകർത്ത ഏറ്റവും ശക്തമായ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. വനിതാ ഓഫീസർമാരെ തെരഞ്ഞെടുത്തത് മനഃപൂർവ്വം തന്നെയാണ്. പഹൽഗാമിൽ ഭീകരർ പുരുഷന്മാരെ വെടിവെച്ചു കൊന്ന ശേഷം സ്ത്രീകളെ വെറുതെ വിടുകയായിരുന്നു. പല്ലവി എന്ന വിനോദസഞ്ചാരിയുടെ അനുഭവം ഇതിനകം റിപ്പോർട്ടായി വന്നിട്ടുള്ളതാണ്. തന്റെ ഭർത്താവ് മഞ്ജുനാഥിനെ വെറുതെ വിടാൻ കേൺ അപേക്ഷിച്ചപ്പോൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല, എല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പോയി പറയാനായിരുന്നു മറുപടി.
വാർത്താ സമ്മേളനത്തിൽ ഹിന്ദു വനിതാ ഓഫീസർമാരെ ഒരുമിച്ച് അവതരിപ്പിച്ചത് ഐക്യത്തിന്റെയും സമുദായ സൗഹാർദ്ദത്തിന്റെയും സന്ദേശം നൽകാൻ കൂടി ലക്ഷ്യമിട്ടാണ്. ഇന്ത്യക്കാരെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാനുള്ള പഹൽഗാം ഭീകരാക്രമണ സൂത്രധാരരുടെ ലക്ഷ്യം തകർത്തുകൊണ്ടുള്ള ശക്തമായ സന്ദേശം കൂടിയായി വനിതാ ഓഫീസർമാരുടെ ഈ തെരഞ്ഞെടുപ്പ്. അതേസമയം ഇന്ത്യ വീണ്ടും ഒരു ആക്രമണം നടത്തുമോ എന്ന ഭയമൊക്കെ പാകിസ്ഥാന് ഇപ്പോഴും നല്ല പോലെയുണ്ട്. അതിന്റെ ഭാഗമായി പ്രധാന വിമാനത്താവളങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇസ്ലാമാബാദ്, കറാച്ചി, ലാഹോർ, മുൾട്ടാൻ, ഫൈസലാബാദ്, സ്കാർഡു, പെഷവാർ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് അവിടെ നിന്നുള്ള എല്ലാ വാണിജ്യ വിമാന ഗതാഗതവും നിർത്തിവച്ചിരുന്നു. പെട്ടെന്നുള്ള ഈ നീക്കം വ്യോമഗതാഗതത്തെ തന്നെ താളം തെറ്റിച്ചിട്ടുണ്ട്. നിലവിൽ 3 വിമാനത്താവളങ്ങൾ ഇതര വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു. ഈ വിമാനങ്ങൾ പെഷവാറിലെയും സമീപ നഗരത്തിലെയും വിമാനത്താവളങ്ങളിലേക്കാണ് തിരിച്ചുവിട്ടത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇനിയും നടപടി ഉണ്ടാകുമെന്ന ഭയത്തെ തുടർന്നാണ് പാകിസ്ഥാൻ ഈ അടിയന്തര നടപടികൾ ആരംഭിച്ചതെന്ന് വേണം കരുതാൻ.